ഇപ്പൊ നമ്മൾ പാണക്കാട് സാദാത്യങ്ങളുടെ മദ്ഹ് പറയുന്നു. പാണക്കാട് സാദാത്യങ്ങൾ ഒരു ഉദാഹരണം, സന്ദർശിക്കുന്നു. അവിടെ മൗലിദ് ഉണ്ടാകുമ്പോൾ നമ്മൾ പോകുന്നു. ഇങ്ങനെ എല്ലാ അഹ്ലു ബൈത്തിനെയും ആദരിക്കുമ്പോൾ ശംസുൽ ഉലമയുടെ മാതൃക പിൻപറ്റി പാണക്കാട് സാദാത്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുന്നു. അവരെ മദ്ഹ് നമ്മൾ കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞു. അവരുടെ മദ്ഹ് എന്താ? അത് പാണക്കാട് പൂക്കോയത്തങ്ങളെ മക്കളാണ് എന്നുള്ളത് തന്നെയാണ്. ഞാൻ മൗലവിമാരെല്ലാവരും കൂടിയിട്ട് വേറൊരു തസ്തിക ഉണ്ടാക്കി കൊടുക്കേണ്ടില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ സംഭവം. അവരുടെ ആ ഒരു സ്വഭാവം, എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റുന്ന ആ മനസ്സ്, ഇതൊക്കെയല്ലേ അവരുടെ മഹത്വമായി നമ്മൾ എണ്ണി പറഞ്ഞ്. അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ യോഗം ചേർന്നിട്ട് ഒരു വലിയ കുത്തിത്തിരിപ്പിന് തുടക്കം കുറിച്ചു. അതെങ്ങനെ? നമ്മളും പാണക്കാട് സാദാത്യങ്ങളുമായുള്ള ബന്ധം ഒന്ന് മുറിക്കണം എന്നിവർ തീരുമാനിച്ചു. അതിനെങ്ങനെ ഉണ്ട് എന്നുള്ള ഗൂഢാലോചനകൾ നടത്തി. അതാണ് കഴിഞ്ഞ ദിവസമൊക്കെ ചില പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ഇവർക്ക് നമ്മളെ നിലപാട് മനസ്സിലായില്ല. പാണക്കാട് സാദാത്യങ്ങളുമായി ബന്ധപ്പെടണം, അവരെ മഹത്വം പറയണം എന്ന് നമ്മളോട് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബന്ധം. അതുകൊണ്ട് തന്നെ ആ നിലപാട് മാറ്റാൻ AP സമസ്തക്കാരെ നിങ്ങളോ നിങ്ങളെ കൂടെ കൂടിയവരും കൂടി ചേർന്നാലോ ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? മശായിഖ് പറഞ്ഞാൽ ഞങ്ങൾ എവിടെയും പോകും. ഞങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന് അള്ളാഹുവിന്റെ ഭൂമിയിൽ നിരീശ്വരവാദികളെക്കാൾ പഴച്ചവരാണ് നിങ്ങൾ. നിരീശ്വരവാദി പറഞ്ഞാൽ നടക്കണത്. ഇത് തലപ്പാവും ധരിച്ച് കറാമത്തിനും തള്ളി അള്ളാന്റെ റസൂലിനെ അവശനായ വാപ്പയോട് ഉപമിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രൂപത്തിൽ സുന്നീസ് അവകാശപ്പെടാൻ കഴിയും? അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇപ്പൊ നിരീശ്വരവാദിനോടൊരു കാര്യം സംസാരിക്കേണ്ടി വന്നാൽ, നിർദ്ദേശിച്ചാൽ അതിന് ഞങ്ങൾ പോയാൽ നിങ്ങളെ അടുത്തേക്ക് ഇലാ യൗമിൽ ഖിയാമ വരൂല. അതിനും പറ്റാത്തൊരു സാധനമായി നിങ്ങൾ മാറി. ശംസുൽ ഉലമ മശായിഖുമായി ബന്ധപ്പെട്ടതിന്റെ ശേഷം അവിടുത്തെ വഫാത്ത് വരെ പാണക്കാട് സാദാത്യങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ജീവിച്ചത്. അവരോടുള്ള സ്നേഹവും അത് അവരിൽ നിന്ന് എന്തോ കിട്ടാനൊന്നല്ല. അവരിൽ നിന്ന് ഇപ്പൊ നമ്മളെ മദ്ഹ് ഇങ്ങോട്ട് പറയണം, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് എന്തെങ്കിലും ഗുണം ചെയ്യണം, അങ്ങനെ ഒരു സംഭവയിലില്ല. ഞങ്ങളോട് പറയപ്പെട്ടു, ഞങ്ങളത് ചെയ്യുന്നു. അത് അവരെന്ത് നിലപാട്